പ്രിയപ്പെട്ടവരെ, സെക്യുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്യുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ രണ്ടാമത്തെ വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് ശേഷവും നിഷ്ഠൂരമായ കടന്നാക്രമണങ്ങളാണ് ഇസ്രയേൽ ലെബനന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബെയ്റൂത്തിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ബോംബിങ്ങിൽ 203 പേരാണ് തൽക്ഷണം മൃതിയടഞ്ഞത്. 1000-ലേറെ പേർക്ക് ഗുരുതരമായ പരിക്കുപറ്റി. ലോകമാകെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിച്ചു കാണാനും ഇറാന് നേരെ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ ആരംഭിച്ച ആക്രമണം പശ്ചിമേഷ്യൻ മേഖലയാകെ സംഘർഷഭരിതമാക്കി. ഇസ്രയേലിൻ്റെ ആക്രമണവും ഇറാൻ അതിനോട് എടുത്ത വിട്ടുവീഴ്ചയില്ലാത്ത പ്രത്യാക്രമണങ്ങളും പശ്ചിമേഷ്യൻ മേഖലയാകെ വലിയ ആശങ്കയിലേക്കാണ്, ലോകത്തെയാകെ വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചത്. ആ പ്രതിസന്ധികൾക്ക് അവധി വരുന്നു എന്ന സമാശ്വാസകരമായ വാർത്തയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തി എന്ന വിവരം പുറത്തു വന്നതോടെ ലോകം സമാധാനിച്ചത്. എന്നാൽ ഇറാനും അമേരിക്കയും വെടിനിർത്തൽ ധാരണയിലെത്തുമ്പോഴും ഇസ്രയേൽ പ്രതികാര ബുദ്ധിയോടെ, വംശീയ ഉന്മൂലന ലക്ഷ്യത്തോടെ ലെബനന് നേരെ വ്യോമാക്രമണങ്ങൾ ഘടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ബെയ്റൂത്തിൽ വ്യോമാക്രമണം നടത്തി മനുഷ്യരെ കൂട്ടക്കൊല നടത്തുകയും അവിടുത്തെ ജനവാസ വാണിജ്യ മേഖലകളിലാണ് ബോംബിട്ടത്. അതും ഏറ്റവും തിരക്കുള്ള സമയം തിരഞ്ഞെടുത്താണ് ബോംബിംഗ് നടത്തിയത്. അതിൻ്റെ അർത്ഥം എന്താണ്? ലെബനനെ, ബെയ്റൂത്ത്, ചരിത്രപ്രസിദ്ധമായ ബെയ്റൂത്ത് നഗരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇത് ലോകത്തിനു മുമ്പിൽ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. സയനിസ്റ്റ് ഭീകരരാഷ്ട്രമായ ഇസ്രയേൽ അമേരിക്കയെപ്പോലും തങ്ങളുടെ സമ്മർദ്ദതന്ത്രങ്ങളിൽപ്പെടുത്തി പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ശത്രുവായിട്ടുള്ള അറബ് വംശജരെയും അവിടുത്തെ ഭരണകൂടങ്ങളെയും ഇല്ലാതാക്കാനുള്ള യുദ്ധമാണ് നടത്തുന്നത്. ആ യുദ്ധത്തെ ലോകമാകെ അപലപിക്കണം. ലോക ജനതയാകെ സാമ്രാജ്യത്വവും സയനിസവും ചേർന്ന് പശ്ചിമേഷ്യയിൽ സൃഷ്ടിക്കുന്ന, ചോരക്കള സൃഷ്ടിക്കുന്ന ഈ യുദ്ധത്തിനെതിരായിട്ട് വലിയ പ്രതിരോധം ഉയർത്തണം. ഫെബ്രുവരി 28 ഇറാനിലെ ഒരു എലിമെൻ്ററി സ്കൂളിന്, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിന് ബോംബ് ചെയ്തത്. ഇറാനിൽ ബോംബിംഗ് നടത്തിക്കൊണ്ട്, പെൺകുട്ടികളെ, സിവിലിയന്മാരെ കൊന്നുകൊണ്ട് അമേരിക്കയുടെ മൗനസമ്മതത്തോടുകൂടി ഇസ്രയേൽ ആരംഭിച്ച ആക്രമണമാണ് ഇന്നത്തെ പശ്ചിമേഷ്യൻ യുദ്ധത്തിനും ലോകമാകെ അതുമൂലമുണ്ടായിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധിക്കും കാരണമായിരിക്കുന്നത്. ലോകമാകെ വലിയ രീതിയിലുള്ള ഇന്ധന പ്രതിസന്ധിയിലേക്കാണ് എടുത്തെറിയപ്പെട്ടിരിക്കുന്നത്. ഇന്ധന പ്രതിസന്ധി സ്വാഭാവികമായിട്ടും മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളുടെയും സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കടുത്ത വിലക്കയറ്റവും പണപ്പെരുപ്പവും മൂലം ആഗോള സമ്പദ്ഘടന ഒരു സ്റ്റാഗ്ഫ്ലേഷനിലാണ്. ഒരു ഭാഗത്ത് സമ്പദ്ഘടന അങ്ങേയറ്റം മാന്ദ്യത്തിലേക്ക് പോവുക, മറുഭാഗത്ത് നാണയപ്പെരുപ്പം മൂലം, പണപ്പെരുപ്പം മൂലമുണ്ടാകുന്ന വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങളുടെ പിടിയിൽപ്പെട്ട് മനുഷ്യരാകെ രക്ഷപ്പെടാനാവാത്ത
ജീവിത പ്രതിസന്ധികളിലേക്ക്, ജീവിതം തന്നെ അസാധ്യമാകുന്ന വിലക്കയറ്റത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വളർച്ചയെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ഔദ്യോഗികമായി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വളർച്ചാ മാന്ദ്യത്തിലേക്കാണ്, സമ്പദ്ഘടനയുടെ വളർച്ചാ നിരക്കിൻ്റെ കുറവിലേക്കാണ് ഈ പുതിയ പ്രതിസന്ധി, പശ്ചിമേഷ്യൻ പ്രതിസന്ധി എത്തിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു സിലിണ്ടർ ഗ്യാസിന്, ഒരു 5 കിലോക്കുള്ള സിലിണ്ടർ ഗ്യാസിന് വൻവില ഈടാക്കുകയാണ്. കരിഞ്ചന്തയാണ്, പൂഴ്ത്തിവെപ്പാണ്. അതുവഴി സാധാരണ ജനങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള ഇന്ധനമില്ലാതെ, ഇന്ധനക്ഷാമം മൂലം കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹി ഉൾപ്പെടെയുള്ള പഹാർഗഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിൻ്റെ, പലായനം ചെയ്യുന്നതിൻ്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതുപോലെ കുടിയേറ്റക്കാർ ഭക്ഷണം പാകം ചെയ്യാനുള്ള പാചകവാതകമില്ലാതെ, ഇന്ധനമില്ലാതെ അവർ പണിയെടുത്ത് ജീവിക്കുന്ന മേഖലകളിൽ നിന്ന്, നഗരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന, പലായനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ പല പ്രദേശങ്ങളും എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല, ലോകമാകെ ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക്, അത്തരമൊരു ദുർവിധിയിലേക്ക് മനുഷ്യരാശിയെ, ലോകജനതയെ ഇന്ന് തള്ളിവിട്ടത് അമേരിക്കയും ഇസ്രയേലും പശ്ചിമേഷ്യയിലെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക്, വിഭവങ്ങളും സമ്പത്തും കൈയടക്കാനുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങൾക്ക് ഭീഷണിയാവുന്ന ഇറാൻ പോലുള്ള ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിനെ, ഒരു പരമാധികാര ഗവൺമെൻറ്റിനെ തകർക്കാനായി, അസ്ഥിരീകരിക്കാനായി ആരംഭിച്ച യുദ്ധമാണ്. പെൻറ്റഗണും ഇസ്രയേലിൻ്റെ മൊസാദ് ഉൾപ്പെടെയുള്ള ഇൻ്റലിജൻസ് ഏജൻസികളുമാണ് ഈ യുദ്ധം ആസൂത്രണം ചെയ്ത്. മിസ്റ്റർ ട്രംപ് യുദ്ധം ആരംഭിക്കുക വിചാരിച്ചത് 4 ദിവസം കൊണ്ട് അവിടെ ഭരണമാറ്റമുണ്ടാക്കാം, അവിടുത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിനെ മാറ്റി തങ്ങളുടെ ഒരു പാവ ഗവൺമെൻറ്റിനെ സ്ഥാപിക്കാമെന്നാണ്. പക്ഷേ ഇറാൻ ജനത, അവിടുത്തെ ഗവൺമെൻറ് അതിശക്തമായ നിലപാടെടുത്തു. സാർവദേശീയ തലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും ഇസ്രയേലിൻ്റെയും ഈ കടന്നാക്രമണത്തിനായിട്ട് ശക്തമായ ബഹുജനാഭിപ്രായം രൂപപ്പെട്ടു വന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അമേരിക്ക കരുതിയതുപോലെ, കണക്ക് കൂട്ടിയതുപോലെ അവരുടെ രാഷ്ട്രീയ അജണ്ട ഇറാനിലും പശ്ചിമേഷ്യയിലും എളുപ്പം വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇറാൻ കനത്ത തിരിച്ചടി നൽകുന്ന ഒരു സന്ദർഭത്തിലാണ് അമേരിക്ക വെടിനിർത്തലിന് തയ്യാറായത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി മിസ്റ്റർ ഷഹാബ് ഷെരീഫാണ് ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് ഇടനിലക്കാരനായി വർദ്ധിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? പരമ്പരാഗതമായി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര രാജ്യങ്ങളുടെ, ചേരിചേരാ രാജ്യങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്വതന്ത്ര രാജ്യങ്ങളുടെ ഒരു രാഷ്ട്രീയ മുൻകൈ, അന്തർദേശീയ തലത്തിൽ രാഷ്ട്രീയ മുൻകൈ എടുത്ത രാജ്യമാണ്. പക്ഷേ നമ്മുടെ പാരമ്പര്യത്തെ, സ്വതന്ത്ര വിദേശ നയത്തെ കൈയൊഴിഞ്ഞ് അമേരിക്കയുടെ, ഇസ്രയേലിൻ്റെയും ഒരു പപ്പറ്റായി, അവരുടെ ഒരു പാവയായി മാറിയ നരേന്ദ്രമോദി സർക്കാർ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കെതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ യുദ്ധഭീഷണിയെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കുന്നതിൽ, ഈ സംഘർഷങ്ങൾക്ക് അയവുവരുത്തുന്നതിൽ ഒരു നിലപാട് സ്വീകരിച്ച് ഇറാനും അമേരിക്കയും ഇസ്രയേലുമായിട്ട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. അവർ ഏകപക്ഷീയമായി അമേരിക്കയെ അനുകൂലിക്കുകയായിരുന്നു, ഇസ്രയേലിൻ്റെ വാദങ്ങൾക്കൊപ്പം നിൽക്കുകയായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ പ്രാദേശികമായ ഒരു സ്വതന്ത്രമായ ഒരു നയതന്ത്ര മുൻകൈ കാണിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. വൻ ശക്തി രാജ്യങ്ങൾക്ക് മാത്രം സാധ്യമാകുന്ന ഇത്തരം കാര്യങ്ങളിലെ മധ്യസ്ഥത പാകിസ്ഥാൻ പോലുള്ള ഒരു ചെറിയ രാജ്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നു എന്നത് കാണിക്കുന്നത് സ്വതന്ത്രമായ ഒരു പ്രാദേശിക നയതന്ത്ര മുൻകൈയാണ്. ആ നയതന്ത്ര മുൻകൈ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പോലൊരു രാജ്യത്തിന് എടുക്കാൻ കഴിയുന്നത്? അവർക്ക് കൃത്യമായ രീതിയിൽ ഇറാനോടൊപ്പം നിൽക്കുക എന്നതിലപ്പുറത്ത് ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന സംഘർഷം ഇറാൻ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും അതേപോലെ തന്നെ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾക്കുമൊക്കെ ഭീഷണിയുമാകും എന്ന കാര്യം ഇറാനെയും
ഇറാനിലെ ഭരണാധികാരികളെയും ബോധ്യപ്പെടുത്താനും അതുവഴി അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യാനും വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ മധ്യസ്ഥത വഹിക്കാനും കഴിഞ്ഞു. എന്നാൽ ഈ മധ്യസ്ഥ ശ്രമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വെടിനിർത്തൽ ധാരണ നിലനിൽക്കുമ്പോൾ ഇസ്രയേൽ ബെയ്റൂത്തിന് നേരെ ബോംബിട്ടിരിക്കുന്നത്, മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് സാമ്രാജ്യത്വം എന്നത് യുദ്ധമാണ്. അതിൻ്റെ വിഭവങ്ങളും സമ്പത്തും വാണിജ്യപാതകളുമൊക്കെ കൈയടക്കാനുള്ള ഈ യുദ്ധമുന്നണിയിൽ യാതൊരു മര്യാദയുമില്ല. അമേരിക്കയെപ്പോലും മറികടന്നുകൊണ്ട് പശ്ചിമേഷ്യയിൽ തങ്ങളുടെ താല്പര്യങ്ങൾ എങ്ങനെയെങ്കിലും നടപ്പാക്കാൻ വേണ്ടി പശ്ചിമേഷ്യയിൽ തങ്ങൾ എതിർക്കുന്ന എല്ലാ ജനതകളെയും രാജ്യങ്ങളെയും രാഷ്ട്ര തലവന്മാരെയും കൊന്നൊടുക്കുക എന്ന തന്ത്രമാണ് എത്രയോ കാലമായിട്ട് ഇസ്രയേൽ സ്വീകരിക്കുന്നത്, സയനിസ്റ്റുകൾ സ്വീകരിക്കുന്നത്. ആ സയനിസ്റ്റ് സ്ട്രാറ്റജിക്ക് എല്ലാ കാലത്തും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെൻറ്റഗണിൻ്റെയും CIA-യുടെയും പിന്തുണയുണ്ടായിരുന്നു. ഇത് തിരിച്ചറിയുകയും അമേരിക്കയുടെയും സയനിസം ഉൾപ്പെടെയുള്ള വംശീയവാദികളുടെയും ഈ മേഖലയിലെ അജണ്ടക്കെതിരായിട്ട് തങ്ങളെ എതിർക്കുന്ന, തങ്ങൾക്കനവിമുഖരായ രാജ്യങ്ങളെ, ഭരണകൂടങ്ങളെ, ജനതകളെ വംശീയമായി തന്നെ ഇല്ലാതാക്കുന്ന ഈ യുദ്ധത്തിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരികയാണ് എല്ലാ മനുഷ്യസ്നേഹികളും സമാധാനപ്രേമികളും ചെയ്യേണ്ടത്.